ഒരു റിൻസൺ ജോസഫിന് ഏതാണ്ട് റിൻസൺ ജോസഫ് എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ. പുള്ളി എൻ്റെ ഇസ്രായേലിൻ്റെ ലെബനോൻ ബോംബിങ്ങിൽ പുള്ളിയുടെ അടുത്ത് നിന്നാണ് മേടിച്ചത്. എനിക്ക് തോന്നുന്നത് പുള്ളീനെ ഒന്നും അവരെ ഇൻവോൾവ് ചെയ്യിച്ചിട്ടുണ്ടാവില്ല. അയാളൊക്കെ ചുമ്മാ ജസ്റ്റ് ഒരു നെയിം സേക്ക് എന്നുള്ളത്. കാരണം ഇസ്രായേൽ അവരുടെ ഓപ്പറേഷൻ ഒന്നും ഒരിക്കലും ഒരു പരിചയമില്ലാത്തതിനും അതൊരു മലയാളീനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ കൊളാവും ആ ഓപ്പറേഷൻ. അതുകൊണ്ട് ഇസ്രായേൽ ഒരു കാരണവശാലും ഒരു മലയാളീനെ ഒരു ഓപ്പറേഷൻ ഏൽപ്പിക്കില്ല. റിൻസൺ ജോസഫൊക്കെ ചുമ്മാ ജസ്റ്റ് ഒരു നെയിം സേക്കേ ഉള്ളൂ അവർക്ക്. ആറരയ്ക്ക് അവർ അടിച്ചു പോകുന്നുണ്ട് പറഞ്ഞു. ഞാൻ മറ്റേ സ്ഥലത്ത് കഴിച്ചു. ഓക്കെ, ഇതന്നെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറയാം. BYD ആണ് എനിക്ക് തോന്നുന്നത്. BYD ഇല്ലേ, BYDയുടെ ഒരു 7 സീറ്റർ ഉണ്ട്, അതാണെന്ന് തോന്നുന്നത്. BYDയുടെ 7 സീറ്ററാണ്. അത് മറ്റേ ഇലക്ട്രിക്കാണ്. ഇവിടെ ഒരെണ്ണം കണ്ടിട്ടുണ്ട് BYDയുടെ എല്ലാ മോഡലും ഓരോന്ന് വെച്ച് ഇവിടെ കാണാറുണ്ട്. നല്ല ഇത് റേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. 10-60 കിലോമീറ്റർ റേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു BYD വണ്ടികൾക്കൊക്കെ. അപ്പോൾ ഇവിടുന്ന് തിരുവനന്തപുരം വരെയൊക്കെ പോയി വരാനുള്ള ഇതുണ്ട്. കോപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കണം. എന്നാ കോപ്പുണ്ടാക്കുക എന്നറിയാം.